ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധി കുറച്ച് പൈസ കയ്യിൽ കിട്ടിയപ്പോഴേക്കും എല്ലാവർക്കും കുറേ അധികം വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ സ്വന്തം അച്ഛന് മാത്രം ഒരു തോർത്ത് വാങ്ങിച്ചു കൊടുത്തു. ഇത് കാണുമ്പോൾ രവീന്ദ്രന് ഭയങ്കര അങ്ങ് സങ്കടാവുന്നുണ്ട്. രവീന്ദ്രൻ ഭയങ്കര ഇമോഷണലായി സങ്കടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയും. സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാടധികം വിഷമം തോന്നാണ്. രേവതിക്കൊക്കെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സച്ചി ആ ഒരു വിഷയമൊന്നും മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. അച്ഛാ, ഇവൻ ഈ പോക്കാണെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള ആ ഒരു 50 ലക്ഷം രൂപ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ശ്രുതി ഇടയ്ക്ക് കയറി വന്ന് പറഞ്ഞു, സച്ചി, നിങ്ങൾക്ക് തരാനുള്ള പൈസയൊക്കെ ഞാൻ എന്തായാലും തന്നിരിക്കും. ഉടനെ തന്നെ രേവതി പറഞ്ഞു, ഇപ്പൊ തന്നെ ശ്രുതി ആവശ്യത്തിൽ കൂടുതൽ പൈസ ചിലവാക്കി കഴിഞ്ഞുവെന്ന്. അന്നേരം ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരാണ്. അതിൽ നിനക്കെന്താണ് ഈ പ്രശ്നം? അവന്റെ കാശ് അവൻ ചെലവാക്കുന്നു, അതിൽ നീ കയറി ഇടപെടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ നല്ലോണം അങ്ങ് ചീത്ത പറയുന്നുണ്ട്. ഇതെല്ലാം വാങ്ങിക്കണമെങ്കിൽ 4 ലക്ഷം രൂപക്ക് മുകളിലെങ്ങാനും പൈസയായിട്ടുണ്ടാവും. നിനക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ എവിടെ നടാ ഇത്രയും പൈസ? മോഷണം പോയ സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടിയോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ രവീന്ദ്രനും സുധിയെ ഒന്ന് സംശയത്തോടെ നോക്കി. സുധി അപ്പ വന്ന് ഒരു ഡയലോഗ് അടിക്കാണ്. ഏയ്, അതൊന്നുമല്ല, ഞാൻ വളർന്നു വരുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ ചോദിച്ച എത്ര ലക്ഷം വേണമെങ്കിലും തരാൻ ഇവിടെ ആൾക്കാരുണ്ട്. സച്ചി അതിന് മറുപടി പറയാനാഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ തടഞ്ഞു. മതിയടാ, എന്തിനാടാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലുപിടിക്കുന്നത്? അവൻ അവന്റെ ബിസിനസ്സിൽ മുന്നേറുന്നുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെയാണ് വലിയ സന്തോഷം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്നും പോവാണ്. എന്നാലും സച്ചിക്കൊരു സമാധാനവുമില്ല. ഇവന് ഇത്രമാത്രം കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ പിറുപിറുത്തപ്പോൾ ശ്രുതി ചോദിച്ചു, സച്ചിക്ക് അതറിഞ്ഞിട്ട് എന്തിനാണെന്ന്. അവർക്ക് തന്റെ വളർച്ച കാണുമ്പോൾ വയറെരികയാണെന്ന് ചന്ദ്രമതിയും കൂടെ പറഞ്ഞു. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നതിന്റെ അർത്ഥം വയറെരിച്ചിലാണെന്നാണോ? സച്ചേട്ടൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിച്ചതല്ലേ എന്ന്. ശ്രുതി വീണ്ടും തറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടൊന്നും വേണ്ട. നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞങ്ങൾ ഏതായാലും തന്നിരിക്കും. അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയി. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ശ്രുതി നെക്ലസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തല്ലോ, അതും ഗോൾഡ് നെക്ലസ്. ശ്രുതി മുറിയിലേക്ക് പോയിട്ട് ആ ഒരു നെക്ലസിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തന്നെ ശ്രുതി ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ എന്ന്. ശ്രുതി പറഞ്ഞത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും ശ്രുതി, ഇത് വാങ്ങിക്കാൻ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ആയി കാണില്ലേ? അക്കൗണ്ടിലെ പൈസ ഒക്കെ എടുത്തോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ, ഏയ് ഇല്ല, കാശ് എടുക്കരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ അതൊന്നും നിന്നെ എടുത്തിട്ടില്ല, ഞാൻ അത് തൊട്ടിട്ട് പോലുമില്ല എന്ന് ശ്രുതി പറഞ്ഞു. പിന്നെ എവിടുന്ന ഇത്രയും അധികം പൈസ എന്ന് ചോദിച്ചപ്പോൾ ആ സത്യം ശ്രുതി അങ്ങ് വെളിപ്പെടുത്താണ് ശ്രുതിയോട്. അതെ, ആ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓഫർ ചെയ്തിരുന്നില്ലേ? ആ കാർഡ് എൻ്റെ കയ്യിൽ കിട്ടി. ആ പൈസക്ക് ഞാൻ പർച്ചേസ് ചെയ്തതാണിതെല്ലാം. എന്നാൽ അത് കേട്ടതോടു കൂടി തന്നെ ശ്രുതിക്ക് ആകെ പേടിയായി. അയ്യോ, ക്രെഡിറ്റ് കാർഡിലാണോ ഇതൊക്കെ വാങ്ങിയത്? പലിശ ഒരുപാടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി സമാധാനിപ്പിച്ചു. ബാലൻസ് ഇനിയും ഒരുപാടുണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെ കുറവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. സ്വർണവും വാച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ റീസെയിൽ വാല്യൂ ഉള്ളതല്ലേ? അങ്ങനെ കരുതിക്കൊണ്ട് തന്നെ അവൾ സമാധാനിച്ചു. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ കെട്ടുന്ന വാച്ചാണിത്, അങ്ങനെ ബ്രാൻഡഡ് വാച്ചാണിത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നല്ലോണങ്ങ് തള്ളിമറിക്കുന്നുണ്ട്. ശ്രുതിയുടെ മുഖം കണ്ടിട്ട് ദേഷ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ, ഏയ്, എനിക്കൊരു ദേഷ്യമില്ല. എനിക്ക് നല്ല സാരിയും നെക്ലസും അല്ലേ വാങ്ങിച്ചു തന്നത് എന്ന് അവൾ പറഞ്ഞു. മാസാമാസം അടക്കാൻ ഷോറൂമിൽ നിന്നും പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി അവളെ ആശ്വസിപ്പിച്ചു. നീ എൻ്റെ ലക്കി ചാമാണെന്നും നീ കൂടെയുണ്ടെങ്കിൽ എനിക്ക് എന്തും തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ടാലന്റ് ഉണ്ടെങ്കിൽ ശ്രുതി ഉയർന്നു വരുമെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ഇനിയും പൈസ ഉള്ളത് കൊണ്ട് നമുക്ക് ഗോവയ്ക്കൊക്കെ പോവാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആന്റണിയും ശരത്തും കൂടി പലിശ പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. ഒരു വീട്ടിൽ കയറി ചെന്നുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലിശക്ക് പണമെടുത്തത് അവരുടെ ഭർത്താവാണ്. ആന്റണി അവിടെ കയറി ബഹളം വെച്ച് ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി. എടി, നിന്റെ ഭർത്താവിനോട് ആന്റണി വന്നു എന്ന് പറ. മര്യാദക്ക് വന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊണ്ടുപോയി അങ്ങ് ബിരിയാണി വെപ്പിക്കും. മര്യാദക്ക് എന്റെ പണം തരാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ ആ ഒരു സ്ത്രീയെ അങ്ങ് പിടിച്ച് പേടിപ്പിക്കുകയാണ്. എന്നാൽ വിവരം അറിഞ്ഞുകൊണ്ടതിനെ ഭർത്താവ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് വന്നിരിക്കുന്നത് സച്ചിയുടെ കാറിലാണ്. അയാൾ ധൃതിയിൽ തന്നെ സച്ചിക്ക് പൈസ കൊടുത്തിട്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ആന്റണിയോട് അയാൾ ചോദിക്കുന്നത്, ഞാൻ കൃത്യമായി പലിശ തരുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കും. ആന്റണിക്ക് പൈസ ഇപ്പൊ തന്നെ വേണം. കയ്യിലില്ലെന്ന് അയാൾ പറഞ്ഞിട്ടും ആന്റണി അതൊന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. പൈസ ഇല്ലാതെ ഞാൻ ഒരിക്കലും എവിടെ നിന്നും പോകില്ല. നീ പോയി എവിടെ നിന്ന് വേണമെങ്കിലും കാശ് വാങ്ങിച്ചുകൊണ്ട് വാ എന്നൊക്കെ പറയും. അത്രയും നേരം നിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ കൊടുത്തിനെ ആന്റിനും ശരത്തൊക്കെ ചേർന്ന് കൊടുത്തിനെ അയാളങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്.
എന്നാൽ ഈ സമയത്തന്നെ കാറിൽ അയാളുടെ ബാഗ് മറന്നു വെച്ചിരുന്നു. അത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. ബാഗുമായി സച്ചി അകത്തേക്ക് വരുമ്പോൾ കണ്ടത് ആന്റണി അയാളെ വിരട്ടുന്നതാണ്. സച്ചിയെ കണ്ടതോടുകൂടി തന്നെ ആന്റണി ഒന്ന് ഞെട്ടി. സച്ചി ബാഗ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ വരുന്നവരെ അങ്ങനെ വെറും കൈയോടെ വിടാനൊന്നും പാടില്ലല്ലോ, ഇവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയും. ആന്റണിയുടെ ഗുണ്ടേങ്ങ് എടുത്തു പെരുമാറാണ് സച്ചി. സച്ചി, നിനക്കിത് എന്തിന്റെ കേടാണ് എന്ന് ആന്റണി ചോദിച്ചപ്പോൾ നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ എന്ന് ആന്റണി തിരിച്ചു ചോദിച്ചു. സച്ചി ചോദിക്കുന്നുണ്ട്, ആന്റണി നിനക്കിത് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ എന്ന്. അന്നേരം ശരത്ത് കയറി പറയുന്നുണ്ട്, ആന്റണി ചേട്ടൻ കൊടുത്ത പൈസയല്ലേ ചോദിച്ചത് എന്ന് പറയും. കൊടുത്തതിന്റെ ഇരട്ടിയാണല്ലോടാ തിരിച്ചു ചോദിക്കുന്നത്. അതെ, ഞാൻ നിങ്ങളുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ പൈസ ചോദിക്കാൻ നിന്റെ വീട്ടിലേക്കൊന്നുമല്ലല്ലോ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആന്റണി ചൂടായപ്പോൾ, എന്റെ വീട്ടുവാതിൽക്കൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിന്റെ കാറ് ഞാൻ അങ്ങ് തല്ലിയൊടിക്കുമെന്ന് സച്ചി പറയുന്നുണ്ട്. പോലീസിനെ വിളിക്കുമെന്ന് സച്ചി പറഞ്ഞപ്പോൾ, പോലീസിനെ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് ആന്റണി തറപ്പിച്ചു പറഞ്ഞു. നിനക്ക് പോലീസ് സ്റ്റേഷൻ ഹോട്ടൽ പോലെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി തന്റെ ഫോണിലെ ആ ഒരു വീഡിയോ റെക്കോർഡിങ്സ് അങ്ങ് കാണിച്ചു കൊടുക്കും. എന്നാൽ ആ ഒരു വീഡിയോ കണ്ടതോടുകൂടി തന്നെ ആന്റണി ആകെ പേടിച്ചു. പോലീസിനെ വിളിക്കലേ, പൈസ അടുത്ത മാസം തന്നാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും തടിയൂരാൻ നോക്കി. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങ് പോയാലൊന്നും പറ്റില്ല, ഇത്രയും പൈസ എങ്ങനെ തരും? എന്നിട്ട് ഒരു പേപ്പറും പേനയും എടുക്കാൻ പറഞ്ഞു. ശരത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ഇതിലങ്ങ് എഴുതി വെക്ക്. ബോസിന്റെ പെർമിഷൻ വേണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആന്റണി പേടിച്ചിട്ട് എഴുതാൻ പറഞ്ഞു. അതിൽ മാസം 10,000 രൂപ വെച്ചിട്ട് തിരിച്ചു തരാമെന്നും ഒരിക്കലും വീട്ടിൽ വന്ന സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറില്ലെന്നും ആന്റണിയെ കൊണ്ടും സച്ചി ഒരു പേപ്പറിൽ എഴുതി ഒപ്പിടിപ്പിച്ചു. ശരത്തിനെയും സച്ചിയെയും സാക്ഷികളാക്കി ഇനി വല്ല പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാൻ സച്ചി തന്റെ നമ്പറും കൊടുത്തു. അവരങ്ങനെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞപ്പോൾ സച്ചി നേരെ ശരത്തിനെ ഉപദേശിച്ചു. നീ എന്താടാ നന്നാവാത്തത്? നിന്റെ ദേവുവിനെ നോക്ക്, അവൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ചു. ഒരേ കുടുംബത്തിൽ പിറന്ന നിനക്കെന്താ ഇങ്ങനെ നല്ല ബുദ്ധിയൊന്നും തോന്നാത്തത് എന്നൊക്കെ പറയും. അന്നേരം സച്ചി പറയുന്നുണ്ട്, ആരുടെ കൂടെ കൂടണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് ദേഷ്യപ്പെടാണ് ശരത്ത്. പിന്നീട് കാണിക്കുന്നത് ദേവു ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വർഷ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്നതാണ്. രേവതി ചേച്ചി പറഞ്ഞിട്ടാണ് വന്നത് എന്നും നീ നല്ല മാർക്കോടെ ജയിച്ചതിന് ഞാനും ശ്രീകാന്ത് കൂടി തരുന്ന ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് അവരൊരു ഗിഫ്റ്റ് ബോക്സ് കയ്യിലേക്ക് കൊടുക്കും. അതിലൊരു വാച്ചായിരുന്നു. അത് ദേവുവിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ഗർഭിണികളെ കണ്ട് വർഷയ്ക്ക് ആകെ പേടിയായി. എനിക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു, പ്രസവ വേദനയും എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞു. കുഞ്ഞുങ്ങൾ വേണം, പക്ഷേ പ്രസവിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ദേവു അന്തം വിട്ടുപോയി. ഹോസ്പിറ്റലിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ഗർഭിണികളെ കണ്ടിട്ട് വർഷയ്ക്ക് ആകെ പേടി. എനിക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു, പ്രസവവേദനയൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞു. കുഞ്ഞുങ്ങൾ വേണം, പക്ഷേ പ്രസവിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ദേവു അന്തം വിട്ടുപോയി. വേറെ വഴികളുണ്ടല്ലോ, സിരോഗസി അഥവാ വാടക ഗർഭധാരണം എന്ന് വർഷ പറഞ്ഞു. ശ്രീകാന്ത് ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, ഇത് എന്റെ ശരീരമല്ലേ, എന്റെ സമ്മതം പോരെ എന്ന് വർഷ തിരിച്ചു ചോദിച്ചു. ആരോഗ്യമുള്ളവർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ദേവു തിരിച്ചു ചോദിച്ചുവെങ്കിലും വർഷ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഒരാളെങ്കിലും ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വർഷ ദേവുവിനെ കെട്ടിപ്പിടിച്ചു. ഈ ഹോസ്പിറ്റലിൽ ഇതിനുള്ള പ്രൊസീജിയർ എന്താണെന്നും ആരെങ്കിലും റെഡിയായിട്ടുണ്ടോ എന്നും ഒന്ന് അന്വേഷിക്കണമെന്ന് ദേവുവിനോട് പറയാണ് വർഷ. രേവതി ചേച്ചി ഇതൊരിക്കലും അറിയരുത് എന്നും പറഞ്ഞു. ഇതേ സമയത്തിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സുധി നടത്തിയ ആ ആർഭാടങ്ങൾ അധിക നാളൊന്നും ഒളിച്ചുവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്ത മാസത്തെ ബില്ല് വരുമ്പോൾ വലിയൊരു തുക പലിശ ഇനത്തിൽ മാത്രം അടക്കേണ്ടി വരും. കടം വീടാനായി സുധി വീണ്ടും ക്രെഡിറ്റ് കാർഡിനെ തന്നെ ആശ്രയിക്കുന്നതോടുകൂടി തന്നെ അയാൾ വലിയൊരു കടക്കണിയിൽ ചെന്നു ചാടും. സച്ചിക്ക് ഈ കാര്യം എങ്ങനെയോ മണത്തറിയാൻ സാധിച്ചു. സുധിയെ ഒരു പാഠം പഠിപ്പിക്കാൻ സച്ചി ആ അവസരം ഉപയോഗിച്ചു. അച്ഛനെ ഒരു തോർത്തു മാത്രം വാങ്ങി അപമാനിച്ച സുധിക്ക് ഒടുവിൽ തന്റെ ആഡംബര വാച്ചും മറ്റും വിറ്റ് കടം വീട്ടേണ്ടി വരുന്ന അവസ്ഥ സച്ചി ഉണ്ടാക്കി കൊടുക്കും. മറുഭാഗത്ത് ദേവും വർഷയും തമ്മിലുള്ള ആ ഒരു രഹസ്യ ഇടപാട് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. വർഷ സിരോഗസിക്ക് തയ്യാറുള്ള ഒരാളെ കണ്ടെത്താൻ ദേവുവിനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ശ്രീകാന്ത് ഈ വിവരമറിഞ്ഞാൽ അത് അവരുടെ ദാമ്പത്യത്തിനെ തകർക്കുമെന്ന് ദേവുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതിനിടയിൽ രേവതി ചേച്ചി വർഷയുടെ പെരുമാറ്റത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ദേവുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. വർഷ തന്റെ ശരീര സൗന്ദര്യം പോകുമെന്ന് ഭയന്നാണ് പ്രസവത്തിൽ നിന്നും പിന്മാറുന്നത് എന്ന് രേവതി അറിയുമ്പോൾ കുടുംബത്തിൽ വലിയൊരു കലഹം തന്നെ ഉണ്ടായി. സച്ചിയും ആന്റണിയും തമ്മിലുള്ള ശത്രുതയും ഇതോടൊപ്പം തന്നെ മുറുകി. സച്ചി വഴി നന്നാക്കാൻ ശ്രമിച്ച ശരത്ത് ആന്റണിയുടെ സ്വാധീനത്തിൽപ്പെട്ട് വീണ്ടും വഴി തെറ്റുന്നത് സച്ചിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ശരത്തിനെ ജയിലിൽ നിന്നും രക്ഷിക്കാൻ സച്ചിക്ക് സ്വന്തം നിലപാടുകൾ മാറ്റേണ്ടി വന്നു. പിന്നീട് അങ്ങനെ വർഷയുടെ ഈ ഒരു തെറ്റായ തീരുമാനങ്ങൾ തിരുത്താനും സച്ചി തന്നെ മുൻകൈയെടുക്കുന്നതോടുകൂടി തന്നെ വീട്ടിലെ എല്ലാവരും സച്ചിയുടെ വില തിരിച്ചറിയുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.